ഞാനൊരു തമാശക്ക് ചോദിച്ചല്ലേ, അപ്പോഴേക്കും അത് കാര്യമൊക്കെ എടുത്താ. പിണക്ക് മാറ്റാൻ എന്തെങ്കിലും സാധനം ഉണ്ട്, എന്താണെന്നറിയാതെ പിണക്ക ഞാൻ മാറ്റും. എന്താണ്ടാ സത്യം രസ്യാണ്ടാ നോക്കട്ടെ. തക്കര ആരാണ് സാധനം? തക്കര മര്യാദക്ക് സത്യം പറയണം. മൂക്കൊടിച്ചമ്പഴേക്ക് പറയണ ആരാണ് തക്കര? മത്താനെ അവളെ എങ്ങനെയെങ്കിലും സെറ്റാക്കി താ മത്താനെ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മത്താനെ. അവളെ ഞാൻ എനിക്ക് ഉറപ്പായിട്ട് സെറ്റാക്കി തരാടാ. എടി അവളെ വിളിക്കലാ മുത്താളാ, മുത്ത് മുത്താണ് അവള്. ഒരു മൈൻഡും ഇല്ലല്ലോ, കണ്ടാ വേണ്ടിക്കൂടെ? എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് പഴയ നമ്പർ മാറ്റി പുതിയ നമ്പർ എടുത്ത്. ആ നമ്പർ ഒന്നും തരും. 9846585572. എനിക്ക് കിട്ടുന്ന പീസാണ് അത് തട്ടിയെടുത്തത്. അടുത്ത പോൽ ഇതെനിക്ക് കിട്ടേണ്ട ഇതായിക്കോളൂ. നീ സംസാരിച്ചാ കേക്കും. അങ്ങനെ നീ ഒറ്റക്ക് പോയിക്കണ്ട. സാനു, ഞാൻ പറഞ്ഞ കേട്ട് നീ വിഷമിക്കരുത്. പൊട്ടാ, ഈ വഴിയാണ്ടാ, നീ എങ്ങോട്ടാണ്ടാ? ഈ മൊത്തം ഒളിമ്പിക്സിൽ ഓടിയിരുന്നെങ്കിൽ എല്ലാം അതിലേക്ക് എത്തിയാലേ. കഷ്ടകാലം നമ്മളെ വിട്ട് പോണില്ലല്ലേ സുഗുണ. പടച്ചോന്റെ ഓരോ വിധിന്നല്ലാണ്ട് എന്താ ഇപ്പൊ പറയാ? എനിക്ക് ആ സൂര്യയുടെയും പിള്ളേരുടെയും കാര്യം ഓർത്തിട്ടാ. ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ വീട്ടുകാരും ഉമ്മാനെ എല്ലാരെയും വിളിച്ച് പറയണം. ഉമ്മാനെ വിളിച്ചറിയിക്കണം. ചിലപ്പോ ചങ്ക് പൊട്ടിച്ചാവും. എന്തായാലും ജമീലാനെ അറിയിക്കണം. ഓളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. വിളിച്ചറിയിക്കട്ടെ. ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഷാനുക്കാക്ക വിളിച്ച് ഇറങ്ങി വരില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അതിനുശേഷം ഒരുപാട് വട്ടം ഞാൻ ഷാനുക്കാനെ വിളിച്ചു. ഷാനുക്ക് ഫോൺ എടുത്തില്ലല്ലോ. ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയില്ലേ? ഇപ്പൊ സന്തോഷായില്ലേ ഷാനുക്കാക്ക? എന്ത് ഉണ്ടുണ്ടാക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വിളിച്ച വലിയ ഡയലോഗ് അടിച്ചല്ല ഇറങ്ങി വരൂലെന്ന്. മിണ്ടലുണ്ടല്ല, അടിച്ച പല്ലിയാൻ തെറിപ്പിക്കാൻ എല്ലാത്തിന്റെയും. മിണ്ടരുത്, മിണ്ടിപ്പോരുത്. ഇറങ്ങി മിണ്ടരുത് ട്ടാ. വന്ന് വണ്ടി കയറി. ഞാനൊന്നുമില്ല പോലാ സാനു. നീ തമാശ കളിക്കലേ വന്ന് വണ്ടി കയറി. എന്നൊക്കെ തുള്ളതിപ്പ നിക്ക് കളിക്കലേ കയറിയ. ഞാനൊന്നുമില്ല പോലാ സാനു. നീ വിളിച്ചിട്ടുള്ള അവള് വന്നത് എന്താടാ നീ കാണിക്കണേ? കൈന്ന് വിട്. നീയോ നടങ്ങടാ. എന്താ ഈ കാണിക്കണേ സാനു? മര്യാദ കൈയെടുക്കണോ? കൈന്ന് വിടാ, പേട്ട് കളവാ. മിണ്ടരുത്, തിണ്ടി പോലുണ്ടല്ലോ കൊന്നോളി ഞാൻ. മിണ്ടരുത്, അട്ടി. ആരും പേടിക്കണ്ട. അവന്റെ കൈ ഞാൻ പിടിച്ചപ്പോ അവന്റെ ഞാടി ഞാൻ പിടിച്ചു. ഏറിയാൽ 5 or 6 ദിവസം, അതിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കില്ല.